പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിന്റെ അരികിലെത്തിച്ച കലുഷിതമായ അന്തരീക്ഷത്തിന് താൽക്കാലിക ശമനം കുറിച്ചുകൊണ്ട് നിർണായകമായ ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇസ്രയേലുമായി ചേർന്ന് ഇറാനെതിരെ നടത്താനിരുന്ന വൻ സൈനിക ആക്രമണ പദ്ധതി അവസാന നിമിഷം അമേരിക്ക റദ്ദാക്കിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിലെ അറബ് രാഷ്ട്രത്തലവന്മാരുടെയും മധ്യസ്ഥരുടെയും നയതന്ത്ര ഇടപെടലുകളെ തുടർന്നാണ് വൻ ആഘാതമുണ്ടാക്കുമായിരുന്ന ഈ ആക്രമണ നീക്കത്തിൽ നിന്ന് വാഷിംഗ്ടൺ പിന്മാറിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ ആക്രമണത്തിന് തങ്ങൾ പൂർണ്ണ സജ്ജരായിരുന്നുവെന്ന് അവകാശപ്പെട്ട ട്രംപ്, എന്നാൽ ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും മുന്നോട്ട് വെച്ച അഭ്യർത്ഥനയും ധാരണകളുടെ അടിസ്ഥാന രൂപരേഖയും കണക്കിലെടുത്താണ് തീരുമാനം മാറ്റിയതെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിക്കുകയായിരുന്നു. ഈ പെട്ടെന്നുള്ള പിന്മാറ്റം പശ്ചിമേഷ്യൻ മേഖലയാകെയും പ്രത്യേകിച്ച് അവിടെ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികൾക്കിടയിലും വലിയ ആശ്വാസമാണ് പകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ദിവസങ്ങൾ നീളുന്ന ശക്തമായ വ്യോമാക്രമണത്തിന് പദ്ധതിയിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലാണ് സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ യുദ്ധം ഒഴിവാക്കാനായി അടിയന്തര ഇടപെടൽ നടത്തിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചതായും യുദ്ധത്തെക്കാൾ നയതന്ത്ര കരാറാണ് മേഖലയുടെ സുസ്ഥിരതയ്ക്ക് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടതായും ട്രംപ് വ്യക്തമാക്കി. ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന സമഗ്രമായ ചർച്ചകൾക്കൊടുവിൽ ഇരുവിഭാഗവും ചില അടിസ്ഥാന നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് അടിയന്തരമായും പൂർണ്ണമായും തുറന്നു നൽകുക, ഇറാന്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നിവയാണ് ഉരുത്തിരിഞ്ഞു വന്ന കരാറിന്റെ പ്രധാന വ്യവസ്ഥകൾ. ലോകത്തിന്റെ ഭാവിക്കും ഇറാന്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് ഈ പിന്മാറ്റത്തിന് സമ്മതിച്ചതെന്നും വളരെ വേഗത്തിൽ കരാർ പൂർത്തിയാക്കണമെന്ന കർശന വ്യവസ്ഥയിലാണ് ഇതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലും ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടെന്നതാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ഇറാനിൽ നടത്തിയ സംയുക്ത സൈനിക നീക്കത്തോടെയാണ് മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടത്. തുടർന്ന് പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ താൽക്കാലിക ധാരണാപത്രം ഒപ്പുവെച്ചെങ്കിലും അതധികം വൈകാതെ ലംഘിക്കപ്പെടുകയും ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയുമായിരുന്നു. കുവൈറ്റിലെ സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങളും ഒമാൻ തീരത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ 10ഓളം രാജ്യങ്ങളിൽ കഴിയുന്ന US പൗരന്മാരോട് എത്രയും വേഗം പ്രദേശം വിടാനോ പെട്ടെന്ന് മാറിപ്പോകാൻ തയ്യാറെടുക്കാനോ ആവശ്യപ്പെട്ട് അമേരിക്കൻ എംബസികൾ ഓഗസ്റ്റ് 1-ന് കടുത്ത സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ബഹ്റൈൻ, ഇറാഖ്, ഇസ്രയേൽ, ജോർദാൻ, കുവൈറ്റ്, ലെബനൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ എംബസികൾ ഒരേ സമയത്ത് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത് വൻ യുദ്ധം ആസന്നമാണെന്ന ഭീതി പടർത്തി. തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയെ സഹായിക്കുന്ന ഏതൊരു രാജ്യവും യുദ്ധത്തിന്റെ തീജ്വാലകളിൽ വിഴുങ്ങപ്പെടുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയതും സ്ഥിതി ഗുരുതരമാക്കി. ലോക ഇന്ധന വിപണിയുടെ ജീവനാഡിയായാണ് ഹോർമൂസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ ഉപഭോഗം ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാതയിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും അന്താരാഷ്ട്ര വിതരണ ശൃംഖല തകരുന്നതിനും കാരണമാകും. യുദ്ധഭീതി ഉയർന്നതോടെ കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ കൂടുകയും ഇന്ധനവിലയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുക എന്ന ഉപാധിയിൽ ട്രംപ് ആക്രമണം റദ്ദാക്കിയത് അന്താരാഷ്ട്ര വിപണിക്ക് വലിയ ആശ്വാസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എണ്ണപ്പാടങ്ങൾക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലാകെ വൻ സാമ്പത്തിക തകർച്ചയുണ്ടാകുമെന്ന ഭയം ഇതോടെ താൽക്കാലികമായി ഒഴിവായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഏതൊരു ചെറിയ സംഘർഷവും ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ 85 ലക്ഷത്തിലധികം ഇന്ത്യൻ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും പ്രവാസി മലയാളികളാണ്. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരുമായ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ നിലനിൽപ്പ് പശ്ചിമേഷ്യയിലെ സമാധാനത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. യുദ്ധഭീഷണി നിലനിന്നിരുന്ന സമയത്ത് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയും വ്യോമപാതകൾ അടയ്ക്കാനുള്ള തീരുമാനങ്ങളും പ്രവാസികളെയും നാട്ടിലുള്ള അവരുടെ കുടുംബങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തിയിരുന്നു. പല വിമാന കമ്പനികളും സർവീസുകൾ നീട്ടിവെക്കുകയും റൂട്ടുകൾ മാറ്റുകയും ചെയ്തത് വലിയ യാത്രാ ദുരിതത്തിന് വഴി തുറന്നിരുന്നു. എന്നാൽ US ആക്രമണം റദ്ദാക്കുകയും ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്തതോടെ ഈ ആശങ്കകൾക്ക് പരമാവധി പരിഹാരമായിരിക്കുകയാണ്. പ്രവാസികളുടെ തൊഴിൽ സുരക്ഷിതത്വം, നാട്ടിലേക്കുള്ള പണമയക്കൽ, നിത്യോപയോഗ സാധന വിലക്കയറ്റം എന്നിവയെല്ലാം സാധാരണ നിലയിലാകാൻ ഈ നയതന്ത്ര വിജയം സഹായിക്കും. അമേരിക്ക ആക്രമണത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും പശ്ചിമേഷ്യയിലെ സമാധാനം എത്രത്തോളം ശാശ്വതമായിരിക്കും എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്.
വേഗത്തിൽ ഒരു കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ആക്രമണ നീക്കങ്ങളിലേക്ക് തിരിച്ചുവരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് നയതന്ത്ര ചർച്ചകളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതേസമയം ഇറാനിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ ട്രംപിന്റെ പ്രസ്താവനയെ അമേരിക്കയുടെ തന്ത്രപരമായ പിന്മാറ്റമായി ചിത്രീകരിക്കുകയും തങ്ങളുടെ സൈന്യം ജാഗ്രതയിൽ തുടരുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, പെന്റഗണിന്റെ ആയുധ സംഭരണ തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഈ തീരുമാനത്തിന് പിന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. എന്തുതന്നെയായാലും ആയുധങ്ങളുടെ ശക്തി പ്രകടനത്തെക്കാൾ ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും പാതയാണ് ലോകത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമെന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രകടമാകുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, പെന്റഗണിന്റെ ആയുധ സംഭരണ തന്ത്രങ്ങൾ എന്നിവയെല്ലാം ഈ തീരുമാനത്തിന് പിന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. എന്തുതന്നെയായാലും ആയുധങ്ങളുടെ ശക്തി പ്രകടനത്തെക്കാൾ ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും പാതയാണ് ലോകത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമെന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രകടമാകുന്നത്. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളിലൂടെ ഈ താൽക്കാലിക ഇടവേള ഒരു സ്ഥിര സമാധാന കരാറായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹവും ആഗോള സമൂഹവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.